സമൂഹം എപ്പോഴും എന്താ മനഃപൂർവ്വം മറന്നു കളയുന്ന ഒരു വിഭാഗം. ഞാൻ പറയുകയാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചൂഷണം അനുഭവിക്കുന്ന, ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെടുന്ന വിഭാഗം ഫാം ആനിമൽസ്. കാരണം ബാക്കി ഏത് വിഭാഗത്തിൽ പെടുന്നതെന്ന് നോക്കിയാൽ അത്യാവശ്യം ഒരു ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ്, അവകാശമുണ്ട്. എല്ലാവരും അത് സുഖമായിട്ട് ജീവിക്കാന്ന് പറയുന്നില്ല, പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശമുണ്ട്. പക്ഷേ ഫാം ആനിമൽസിന്റെ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ട് ഒരു കോഴിയോ അല്ലെങ്കിൽ ഒരു പോത്തോ ഒരു പശു, ഇവരുടെ സമൂഹത്തിലെ സ്ഥാനം വ്യക്തിയുടെ സ്ഥാനം അവരുടെ വേദന ആരും പരിഗണിക്കും ഇല്ല. ഇപ്പോ സമൂഹത്തില് ഒരു വസ്തു എന്നുള്ള സ്റ്റാറ്റസ് മാത്രമേ ഈ പറയുന്ന വിഭാഗത്തിൽ ഒരു വസ്തുവിനെ പോലെയാണ്. നമ്മൾ കൂടുതൽ ചൂഷണം ചെയ്താൽ അതിന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകും. കോഴിയുടെ കൂട് കുറച്ചുകൂടി ചെറുതാക്കിയാൽ അത്രയും പ്രോഫിറ്റ്. കൂടുതൽ പ്രാവശ്യം അതിനെ ഗർഭം ധരിപ്പിച്ച് കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കി അത്രയും പ്രോഫിറ്റ്. ഒരു കോഴി കുഞ്ഞിനെ എന്ന് പറയുന്നത് അത് ജനിച്ച് 2 ദിവസത്തിനുള്ളിൽ ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് അനുസരിച്ചായിട്ട് ഇൻഡസ്ട്രീസിൽ അതിന് ജീവനോടെ ഗ്രൈൻഡറൊക്കെ അരച്ചു കൊടുക്കുക. കാരണം മെയിൽ ചിക്സിനെ കൊണ്ട് ഇൻഡസ്ട്രീസിന് പ്രകാരം 2 ദിവസം ആയ ഉടനെ മാറ്റിയിട്ട് ഗ്രൈൻഡറിലേക്ക് അരച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇന്ത്യയിൽ പല ചെറിയ കണക്കിലൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നീണ്ടു അല്ലെങ്കിൽ വളർന്നു ഇങ്ങനെ ശ്വാസം മുറിച്ചില്ല, ആകെ നടത്തി ശ്വാസം മുറിച്ചു. ഓക്കെ. പിന്നെ പശുക്കളായിരുന്നു. പശുക്കൾ പറയുമ്പോൾ അവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. രാഷ്ട്രീയപരമായ സംഭവം പശു നിശ്ചയം. പക്ഷെ ഈ പശുവിന് ഇതൊന്നും അറിയില്ല. പശുവിന് നിങ്ങൾ രാഷ്ട്രീയം അറിയില്ല, മതവും അറിയില്ലെന്ന് പറയും. അമ്മ എന്ന് വെച്ചാൽ ഇല്ലെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ അമ്മയല്ല, ഞങ്ങൾ പറഞ്ഞു. ഒരു 5 തവണയെങ്കിലും പശുവിനകത്തെ ജീവിതകാലത്തിൽ അവർ ഗർഭം നിർത്തി. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ റേപ്പാണ്. റേപ്പിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അവരുടെ സമ്മതമില്ലാതെ നടത്തുന്ന ഡെഫിനേഷനാണ് റേപ്പ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ റേപ്പ് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുന്നത്. 5 തവണ ഇതിനെ ഗർഭം ധരിപ്പിച്ച് പെൺകുട്ടികളാണ് അവരെ സെപ്പറേറ്റ് ചെയ്തു അവരുടെ ഇതേമാതിരി അടിമ ജീവിതമായിരുന്നു. ആൺകുട്ടികളാണെങ്കിൽ ജനിച്ച് 4 മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് കൊല്ലും. അപ്പൊ ഈ പശുക്കൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്കുള്ള അതേ ഫീലിംഗ്, അതേ ലെവൽ ഓഫ് സെന്റിയൻസ് എല്ലാ മാനുവൽസും എല്ലാ മാനുവൽസും ഒരേ രീതിയിൽ വേദന, മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ശേഷി. ഒരു സ്ത്രീയെ കണ്ടിന്യൂസ് ആയി റേറ്റ് ചെയ്ത കുട്ടികളെ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് വളർത്താണെങ്കിൽ അതിന്റെ ഒരു മാനസികാവസ്ഥ ഇനി കുറച്ചുകൂടി കൃത്യമായിട്ട് പറയാണെങ്കിൽ അവസാനത്തെ പ്രാവശ്യത്തിൽ ഇൻഫെർട്ടിലിറ്റി ചെയ്യുന്ന സമയത്ത് 5 മാസമല്ല 4 മാസം പ്രഗ്നൻസി വന്നു അതിന്റെ വയറ് കൂടിയിട്ട് അതിന്റെ കുഞ്ഞിനെ പുറത്തെടുത്ത കണക്കാണ് ഏറ്റവും ക്വാളിറ്റി വേണ്ടത് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതൊന്നും നമ്മള് കാണാത്തായിരുന്നു. സോഷ്യൽ വർക്ക് പഠിക്കുമ്പോൾ പല കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷെ ഇതാരും പഠിക്കും. കാരണം നമ്മളിപ്പോ സ്പീഷീസ് സംഭവം കാസ്റ്റ് സംഭവമായിട്ട് സെക്സിസ്റ്റ് ആയിട്ടുള്ള സംഭവമായിട്ട് റേസിസ്റ്റ് ആയിട്ടുള്ള സംഭവമായിട്ട് നമ്മളിപ്പോ നിയമപരമായിട്ട് അവകാശങ്ങളുണ്ട്. പക്ഷെ സ്പീഷീസ് സിസ്റ്റമാണ് ഈ മൃഗങ്ങളുടെ അവകാശങ്ങളാണ് നമ്മൾ കാണുന്നത്. പലരും വസ്തുവായിട്ട് പലരും ഭക്ഷണമായിട്ട് അല്ലെങ്കിൽ എൻ്റർടൈൻമെന്റ് സംഭവം മാത്രമാണ്. അതാണ് ബേസിക്കലി കുറിച്ച് പറയണം. കുറച്ച് പ്രൊട്ടക്ഷണൽ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തമായിട്ട് ഈ ഭീകര മൂവ്മെന്റ് കാണുന്നുണ്ട്. പക്ഷെ അവരുടെ ആക്ടിവിറ്റി വെച്ചാൽ വളരെ വളരെ തകരാറിലായിരിക്കും. അവർ ചെയ്യുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകും. അപ്പോൾ നമ്മളതിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നുണ്ട്. നമ്മൾ പ്രൊട്ടസ്റ്റുകളൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യും. ഇന്ത്യയിൽ
ആദ്യം തന്നെ ആദ്യമായിട്ടാണ് 2 ദിവസത്തെ ഡ്യൂട്ടിയിലുള്ള അത് ഞാനത് അങ്ങനെ ബാംഗ്ലൂർ ചെന്നൈ എല്ലാം ഞങ്ങൾ ഓർഗനൈസ് ചെയ്തു. പക്ഷേ നമ്മള് പഠിക്കണല്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ നമ്മളിപ്പോ കൺസേൺ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ സഫറിങ്ങിനെ കുറിച്ച് കൺസേൺ ആയിരിക്കും. മനുഷ്യനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഏതൊരു മൃഗമാണെങ്കിലും ഈ ലൈഫിൽ ആകെ മീനിങ് ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ